വെള്ളോർമലയിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അതായത് ജീവൻ മാത്രം കയ്യിലെടുത്ത് ഓടി ആ ജീവിതം മാത്രം തിരിച്ചു പിടിച്ച മനുഷ്യർ. അതിലൊരാളാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ സതീഷ്. സതീഷിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇവിടെ? അന്ന് ഈ സംഭവം നടക്കുന്നന്ന് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ ഒച്ച കേട്ടിട്ടും ഈ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് ഇവർ മേലെ കയറി നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടതാണ് ഇവർ. അച്ഛൻ്റെ പേര് തമ്പി, അമ്മ ശാന്ത. അച്ഛനും അമ്മയും പിറ്റേ ദിവസമാണോ ഇവിടെ വന്ന് അവരിതെല്ലാം ഈ പൊട്ടുന്നതും ഇതെല്ലാം കണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നോ? ആക്ച്വലി അത് അവർക്ക് കണ്ടാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ഇത് അവർ രാത്രി ആയതുകൊണ്ട് ഇത് കണ്ടിട്ടില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഇത്ര ഈ വലിയ ഈ സംഭവങ്ങൾ, ഈ കല്ലുകളും ഇതും ഇങ്ങനെ ഒരു ഭീകരാവസ്ഥ കണ്ട് ചിലപ്പോൾ അവർക്ക് വേറെ അവരോട് പറഞ്ഞോ? ഒരു ക്യാമ്പിലാണ് പറഞ്ഞോ അവരോട്? അവരോട് പറഞ്ഞു. അവർ കുറച്ച് പാനിക്കാണ്. എന്താ വെച്ചാൽ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞു. അച്ഛനും അമ്മയും ഏകദേശം ഒരു 50-30 കൊല്ലമുണ്ടല്ലേ, 30 കൊല്ലത്തോളം ഈ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ തുച്ഛമായ പൈസയിലൊക്കെ നിന്നുണ്ടാക്കിയ വീടാണത്. ഇവിടെ ഹാരിസൺസിലായിരുന്നോ? പണ്ട് മുതലേ അവരവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ മുണ്ടക്കയായിരുന്നു ശരിക്കും. പിന്നെ ഇവിടെ എത്ര സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്? ഈ സ്ഥലം ഞങ്ങൾക്ക് സ്ട്രൈറ്റ് പുഴ വരെ 1/2 ഏക്കർ. 1/2 ഏക്കർ 60 സെന്റില് ഒരു വീട്. സതീഷിന്റെ അനിയനെ പേര്? എൻ്റെ സന്ദീപ്. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചേട്ടൻ പുറത്താണ്, ഞാൻ എറണാകുളത്താണ്. ഇവിടെ അപ്പോൾ അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്, തമ്പിയും ശാന്തയും. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതായത് തുച്ഛമായ വരുമാനം, അതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ട് ഓരോ അരിമണിയും പെറുക്കി കൂട്ടുന്നത് പോലെ അങ്ങനെയൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയ വീടാണ് ഇങ്ങനെ കിടക്കുന്നത്. എത്ര മുറിയുള്ള വീടാണിത്? ഇത് 3 ബെഡ്റൂം, 3 കിടപ്പുമുറികളും ഉള്ള വീട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. ഈ മണ്ണും ചെളിയും പാറകളും എല്ലാം വന്ന് അടിഞ്ഞപ്പോൾ ഈ വീടിനകം മുഴുവൻ ഇങ്ങനെയാണ് ആയത്. ഇപ്പോൾ കുറേ ചെളിയും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. തമ്പി, ശാന്ത, അവർ രണ്ടുപേരാണ്. അച്ഛനും അമ്മയും, സതീഷിൻ്റെയും അനിയൻ്റെയും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർ കണ്ടിട്ടില്ല. ഇനി ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നത് അവർക്കറിയാം. അവരിപ്പോൾ ക്യാമ്പിലാണുള്ളത്. എല്ലാം ഒരു കൂട്ടി അതിൽ സന്തോഷമായി ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് വർഷങ്ങളായി ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരങ്ങനെ ഒരു കൂട്ടിയെടുത്ത ഒരു വീടാണിത്. പെട്ടെന്ന് ലോൺ എടുത്തൊരു വീട് വാങ്ങുന്നത് പോലെയൊന്നുമല്ല. അങ്ങനെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ അതെല്ലാം ചേർത്ത് പിടിച്ച് അങ്ങനെ മിച്ചം പിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വീടും 1/2 ഏക്കർ സ്ഥലവുമാണ്. പുഴ മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടം വരെ 1/2 ഏക്കർ സ്ഥലത്ത് ഒരു വീട്. അത് എത്ര കാലത്തെ സ്വപ്നമായിരിക്കും. അതെല്ലാമാണ് ഈ ഉരുള് പൊട്ടി പാറകളെല്ലാം ഒലിച്ചെത്തി തകർത്ത് കളഞ്ഞത്. അങ്ങനെ തകർന്ന സ്വപ്നങ്ങളുമായി ആ സ്വപ്നങ്ങളുടെ മുന്നിൽ വിഷമത്തോടെ നിൽക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കണ്ടത് ആ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെയാണ്, ആൺമക്കളെയാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിലാണ് ഉള്ളത്. വെള്ളോർമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ VS-നൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി ഇൻ റിപ്പോർട്ടർ.